ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പാപാന്ധകാരത്തിൽ ഞാൻ അലഞ്ഞു തളർന്നു, പാപാന്ധകാരത്തിൽ ഞാൻ അലഞ്ഞു തളർന്നു, പാശങ്ങളാൽ ഞാൻ ബന്ധിതനായി ക്രൂശിൻ നന്മയിൽ ഞാൻ ആശ്രയം കണ്ടു. നിന്റെ ദയ അഗോചരം, നിൻ കാരുണ്യം അഗാധമേ, നിന്റെ ദയ അഗോചരം, നിൻ കാരുണ്യം അഗാധമേ. എൻ്റെ നാവു നവ്യഗാനം പാടും, എൻ്റെ ഹൃത്ത് നൂതനരാഗം നീട്ടും. കർത്താവേ, നീ എന്നെ സ്നേഹിച്ചു, പ്രാണനാഥ നീ എന്നെ വീണ്ടെടുത്തു. എൻ്റെ നാവു നവ്യഗാനം പാടും. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിച്ചാലും, അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഇതിൻ്റെ മുകൾ ഭാഗം നാം ചിന്തിച്ചതാണ്. യഹോവയാം ദൈവം ഇവരോട് ചോദിക്കുകയാണ്, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ? അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. യഹോവ പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്. സകല മനുഷ്യരോടും ദൈവം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. തൻ്റെ ജനത്തോട് ദൈവം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പ്രത്യേകമായ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്. ഒരു കുഴപ്പവുമില്ലായിരുന്നെങ്കിൽ ദൈവം ഒരു ചോദ്യവും ചോദിക്കുകയില്ലായിരുന്നു. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്ത് തങ്ങളെ തന്നെ മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം ആദ്യത്തെ ചോദ്യം, ആദമേ നീ എവിടെ? അപ്പോൾ തങ്ങളുടെ കുറവുകൾ കൊണ്ടാണ് ദൈവം മനുഷ്യനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ദൈവം പുരോഹിതന്മാരോടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതാണ്. എന്നാൽ എന്തുകൊണ്ട് പുരോഹിതന്മാരോട് ചോദിച്ചു എന്ന് ചിന്തിച്ചാൽ, ഞാൻ ഈ വായിച്ച വേദഭാഗത്ത് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു എന്ന്. പുരോഹിതന്മാർ ദൈവത്തിൻ്റെ നാമത്തെ, അർത്ഥാത് യഹോവ എന്ന നാമത്തെ തുച്ഛീകരിക്കുകയാണ്, നിസാരവൽക്കരിച്ചിരിക്കുകയാണ്, പ്രാധാന്യം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്, അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവം കൽപ്പനകൾ നൽകുമ്പോൾ ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കരുതെന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് യഹോവയുടെ നാമം. ആ നാമത്തെക്കുറിച്ച് പറയാൻ തന്നെ സമയങ്ങളെടുക്കും. എന്നാൽ ഇവിടെ ആ യഹോവയുടെ നാമത്തെ, അർത്ഥാത് യഹോവയുടെ മഹത്വത്തെ അത് ഉയർത്തി കാട്ടേണ്ടുന്ന പുരോഹിതന്മാർ അതിനെ തുച്ഛീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഈ പുരോഹിതന്മാർ ഇത് എന്തുകൊണ്ട് തുച്ഛീകരിച്ചു, അല്ലെങ്കിൽ പുരോഹിതന്മാരിങ്ങനെ ചെയ്തപ്പോൾ ദൈവം എന്തുകൊണ്ട് അവരോട് ചോദിച്ചു? അതിനും കാരണമുണ്ട് കേട്ടോ. ദൈവം പുരോഹിതന്മാരെ ആക്കി വച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകതയുണ്ട്. അവരുടെ സ്ഥാനവും മാനവും
മറ്റേതൊന്നിനേക്കാളും ശ്രേഷ്ഠമാണ്, മറ്റാരേക്കാളും ഉന്നതമാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നവൻ എന്നാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ പ്രതിനിധിയായി നിൽക്കുന്നവനാണ് പുരോഹിതൻ. വിശുദ്ധനായ ദൈവവും പാപമുള്ള ജാതിയും തമ്മിലുള്ള കൂട്ടായ്മ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നതിനും ജനത്തിൻ്റെ വഴിപാടും യാഗങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ രക്ഷ, അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ദയാകരുണ തുടങ്ങിയവ ജനത്തിലേക്ക് പകരുന്നതിനും വേണ്ടിയാണ് ദൈവം പുരോഹിതന്മാരെ ആക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് പ്രായശ്ചിത്തം വരുത്തേണ്ടതിനായിട്ട് ദൈവം ആക്കി വച്ചിട്ടുള്ള ഒരു വ്യക്തിവിശേഷമാണ് പൗരോഹിത്യം എന്നുള്ളത്. പഴയ നിയമത്തിലാണ് അക്കാര്യം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിലും പുതിയ സഭയോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിലും നാം എല്ലാം പുരോഹിതന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതും സ്തോത്രത്തോടെ ഓർക്കുകയാണ്. എന്നാൽ ഇവിടെ പഴയ നിയമത്തിലാണ് ഈ ചോദ്യം ദൈവം പുരോഹിതന്മാരോട് ചോദിച്ചിരിക്കുന്നത്. കാരണം ദൈവം അവരെ വിശേഷാൽ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. നമുക്കറിയാം, മോശെ മുഖാന്തരം ദൈവം ആദ്യമായി ഈ ഉന്നതമായ പദവിയിലേക്ക് അഹ്റോനെയാണ് തിരഞ്ഞെടുത്തത്. ദൈവമാണ് അഹ്റോനെ ആ ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഉയർത്തിയത്. അഹ്റോൻ ഒരു മഹാപുരോഹിതനായിരുന്നു. അതിനുശേഷം എലയാസാർ, അതിനുശേഷം മറ്റു പലരും ആ പട്ടികയിലേക്ക് കടന്നു വരികയാണ്. ഇനി അവരെ തിരഞ്ഞെടുക്കുമ്പോൾ, പുരോഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അഹ്റോന്റെ സന്തതിയിലുള്ളവരെ വേണം തിരഞ്ഞെടുക്കാൻ. അത് ദൈവം പ്രത്യേകമായിട്ട് നിയമിച്ചിരിക്കുന്നതാണ്. അഹ്റോനും അവൻ്റെ സന്തതിയും ആ വംശം. എന്നിട്ട് കുരുടൻ, മുടന്തൻ, പതിമൂക്കൻ, അധികാംഗൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, പൂക്കണ്ണൻ, ചൊറിയൻ, പൊരിഞ്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെ ഒരംഗഹീനനും പൗരോഹിത്യത്തിലേക്ക് വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം എത്ര വലുതാണ്! കാരണം അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്, മനുഷ്യന് വേണ്ടി നിൽക്കുകയാണ്. ദൈവം അവരുമായിട്ട് ഇടപെടുകയാണ്. ആ ദൈവത്തിൻ്റെ ആ തേജസ്, മഹത്വം, മഹിമ അത് മനസ്സിലാക്കി ഈ പുരോഹിതന്മാർ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യേണ്ടതായിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു വരദാനം എന്ന നിലയിലാണ് അഹ്റോന്യ കുടുംബത്തിന് ദൈവം പൗരോഹിത്യം നൽകിയിരിക്കുന്നത്. അത് ദൈവം ദാനമായി നൽകിയതാണ് അവർക്ക്. വേറെ ഗോത്രത്തിന് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ദൈവം അഹ്റോന്റെ കുടുംബത്തിന് അത് ദാനമായി നൽകിയിരിക്കുക. അപ്പോൾ ഇത്രയും ദാനമായി ലഭിച്ച, ഇത്രയും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ സ്ഥാനം അലങ്കരിക്കുന്ന പുരോഹിതൻ, ഇനിയും അദ്ദേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാൽ ഈ പുരോഹിതൻ അതിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തിയാൽ എത്രയോ ദുഃഖകരമായ കാര്യമാണത്. അവർ തന്നെ ആക്കി വെച്ച ദൈവത്തെ തുച്ഛീകരിച്ചാൽ, ആ ദൈവത്തിൻ്റെ നാമത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ അപമാനിച്ചാൽ, ആ ദൈവനാമത്തിന് മഹത്വം കൊടുക്കാതെ അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തി, ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തോടുള്ള ഭക്തി നഷ്ടപ്പെടുത്തി ആ ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്ന ഈ പുരോഹിതന്മാർ തന്നെ അങ്ങനെ ചെയ്താൽ, അപ്പോൾ ജനത്തിൻ്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കണം. ഈ പുരോഹിതൻ ദൈവസന്നിധിയിൽ
മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി നിൽക്കേണ്ടുന്നവനാ. അവർ കൊണ്ടുവരുന്ന യാഗങ്ങളെ അർപ്പിക്കുമ്പോൾ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്നയാളാണ്. അതുകൂടാതെ തന്നെ ആണ്ടിലൊരിക്കൽ തനിക്ക് വേണ്ടിയും ജനത്തിനു വേണ്ടിയും പാപപരിഹാരം നടത്തേണ്ടുന്നവനാണ് മഹാപുരോഹിതൻ. മറ്റു പുരോഹിതന്മാരും അതിലെല്ലാം പങ്കുള്ളവരാണ്. പക്ഷേ നാം ഈ മലാഖിയിൽ വായിക്കുകയാണ്, എന്താണ്? ഇപ്പോൾ അവർക്ക് ബഹുമാനം നഷ്ടപ്പെട്ടു, ഭയം നഷ്ടപ്പെട്ടു, ഭക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ദൈവനാമത്തെ തുച്ഛീകരിക്കുകയാണ് ചെയ്തത്, അപമാനിക്കുകയാണ് ചെയ്തത്, അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. നോക്കണേ, ഒരു കാരണവശാലും ഈ സ്ഥാനത്തേക്ക് വേറൊരാൾക്ക് വരാൻ പോലും അവകാശമില്ലാതെ ദൈവം ഇവർക്ക് വേണ്ടി മാത്രം ഇത് അവകാശമായി, നിത്യാവകാശമായി നൽകിയിരിക്കുമ്പോൾ അതിനെ എത്ര മഹത്വത്തോടുകൂടി കാണേണ്ടതായിരുന്നു. അത് കാണാതെ ഇന്നിങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം ദുഃഖത്തോടെ ചോദിക്കുന്നു, പുരോഹിതന്മാരുടെ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരേ എന്ന് പറയുക. ഇത് വാസ്തവത്തിൽ നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. ദൈവം നമ്മളെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുക. നാം ദൈവനാമത്തെ തുച്ഛീകരിക്കുന്നവരാണോ? നാം ഈ നാളുകളിൽ എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതം? നാം എത്ര ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്, ഇടപെടുന്നത്? നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ ഈ ദിവസങ്ങളിൽ കഴിയട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വന്ന വീഴ്ചകൾ ഏറ്റുപറഞ്ഞ്, കർത്താവേ, ഞാൻ നിന്നെ തുച്ഛീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറവ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ.